എഴുതി തീർക്കാത്ത കഥകളും പറഞ്ഞു തീരാത്ത തിരക്കഥകളും ബാക്കിയാക്കി മലയാളത്തിന്റെ ശ്രീനിവാസൻ യാത്രയായി. ഉദയംപേരൂരിലെ വീട്ടിലും ടൗൺ ഹാളിലുമായി നടന്ന പൊതുദർശനത്തിൽ സാംസ്കാരിക കേരളം ഒന്നടങ്കം ഒഴുകിയെത്തി. മധ്യവർഗ മലയാളി സമൂഹത്തിന്റെ ഇല്ലായ്മകളും വല്ലായ്മകളും നർമ്മത്തിൽ ചാലിച്ചെഴുതിയ സിനിമകളിലൂടെ പ്രിയപ്പെട്ട ശ്രീനി ജീവിതം തുടരും. കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ മലയാള സിനിമയുടെ ശ്രീനി യുഗത്തിന് ഇനി അന്ത്യവിശ്രമം. കഥ, തിരക്കഥ, സംവിധാനം ശ്രീനിവാസൻ. 4 പതിറ്റാണ്ടുകാലം മലയാള സിനിമയുടെ ടൈറ്റിൽ കാർഡുകളിൽ എഴുതി വന്ന ഈ വരികൾ കാലാനുവർത്തിയായി. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പാവങ്ങളുടെ പാവമായ രാജകുമാരൻ ശ്രീനിവാസൻ യാത്രയായി. അരനൂറ്റാണ്ടോളം നീണ്ട ചലച്ചിത്ര പ്രവർത്തനത്തിന് ഔദ്യോഗിക ബഹുമതികൾ നൽകി സംസ്ഥാനത്തിന്റെ ആദരം. ഇല്ലായ്മയുടെ കാലത്ത് കലഹജീവിതത്തിലേക്ക് കൈപ്പിടിച്ചെത്തിയ വിമല അവസാന ശ്വാസം വരെ ആ വാക്കു പാലിച്ചു. ചേതനയേറ്റ ശരീരത്തിന്റെ നിഴലായി ചിതക്കരികിലുരുകി. അച്ഛന്റെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ അമ്മ വിമലയ്ക്കൊപ്പമുണ്ടായിരുന്ന വിനീതും ധ്യാനും പലപ്പോഴും വാവിട്ട് കരഞ്ഞു. തളരുന്നുവെന്ന് തോന്നുമ്പോഴൊക്കെ പരസ്പരം ചേർത്ത് പിടിച്ചു. ഒരു ഉത്സവകാലം പോലെയായിരുന്നു ശ്രീനിവാസന് കുടുംബജീവിതം. അതിന്റെ ഓർമ്മകൾ വീണ എല്ലാവരുടെയും കണ്ണുകൾ പൊള്ളി. ശ്രീനിയുടെ തമാശകൾ നിറഞ്ഞ കണ്ടനാട്ടെ വീടിനു മുന്നിൽ കണ്ണീരണിഞ്ഞ് പ്രിയപ്പെട്ടവർ നിന്നു. അതിർത്തികളില്ലാത്ത സൗഹൃദത്തിന്റെ പേരുകൂടിയായിരുന്നു ശ്രീനിവാസൻ. മരണം കൊണ്ട് അയാളത് സാക്ഷ്യപ്പെടുത്തി. ഷൂട്ടിംഗ് തിരക്കിനിടയിലും ആരാധന പുരുഷനെ കാണാൻ നടൻ സൂര്യ എത്തി. ഉദയംപേരൂരിലെ വീട്ടിലേക്ക് മലയാള സിനിമ തന്നെ ഒഴുകിയെത്തി. നടന്മാരും എഴുത്തുകാരും പിന്നണി പ്രവർത്തകരും ഉൾപ്പെടെ നാനാമേഖലയിൽ നിന്നുമെത്തിയ ശ്രീനിയെ സ്നേഹിക്കുന്നവർ ജനസാഗരമായി. അണമുറിയാതെ രാവും പകലുമെത്തിയ പ്രിയപ്പെട്ടവരുടെ അന്ത്യാഞ്ജലികൾ ഏറ്റുവാങ്ങി ശാന്തനായി ഒടുവിലെ യാത്ര. അക്ഷരങ്ങളൊരുക്കി ജീവിതം പകർത്തിയ ശ്രീനിവാസൻ മടങ്ങുമ്പോൾ പ്രിയ സുഹൃത്തും സംവിധായകനുമായ സത്യനന്തിക്കാട് 2 വരി എഴുതിയ ഒരു കടലാസും ഒരു പേനയും കൂട്ടിന് നൽകി. ഒറ്റയ്ക്കുള്ള യാത്രയിൽ കരുതലായി 2 വരികളും. എന്നും എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.